ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ L2 അല്ലെങ്കിൽ എമ്പുരാൻ വിശേഷിക്കാൻ സാധിക്കും. മലയാളത്തിന് പുറമെ ഒരേ സമയം തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡയിലൊക്കെ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ട്രെയിലറും അതേപോലെ തന്നെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ ലൂസിഫർ, അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന പ്രത്യേകതയും എമ്പുരാനുണ്ട്. നമുക്കെന്തായാലും എമ്പുരാനെ കുറിച്ച് പറയാം. എമ്പുരാൻ്റെ ട്രെയിലർ ഏകദേശം ഇന്നായിരുന്നു റിലീസ് പ്ലാൻ ചെയ്തത്. ഏകദേശം 1 മണിക്കാണ് റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 1:09. ഒരു പക്ഷേ ട്രെയിലർ അർദ്ധരാത്രി കൂടി തന്നെ ലീക്കാവുകയും എന്നാൽ തന്നെ ആ സമയത്ത് തന്നെ അവർ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഞാനടക്കം ഉള്ളവർ ഏകദേശം ഒരു 12:30 ആ ടൈമിലാണ് ഞാൻ എമ്പുരാനെ ട്രെയിലർ കാണുന്നത്. ആ ടൈമിൽ പിന്നെ റിയാക്ഷൻ ചെയ്യാൻ തോന്നിയില്ല, അങ്ങനെയാണ് ഈ ടൈം എടുത്തത്. അപ്പോൾ എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ ട്രെയിലർ ഇറക്കി നോക്കി കഴിഞ്ഞാൽ ഏകദേശം 4 മിനിറ്റിന് അടുത്ത് വരുന്നുണ്ട്. നമ്മൾ മുന്നിൽ തന്നെ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം ഡ്യൂറേഷൻ നോക്കി കഴിഞ്ഞാൽ 4 മിനിറ്റിൻ്റെ അടുത്തായിട്ട് ട്രെയിലർ ദൈർഘ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എമ്പുരാനിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളെ കാണിക്കുന്നുണ്ട്, ചെറിയ ചെറിയ പുതിയ വ്യക്തികളെ കാണിക്കുന്നുണ്ട്. എങ്കിലും മെയിൻ വില്ലൻ എന്ന് പറയുന്ന ആ വ്യക്തിയോട് എപ്പോഴും ഒരു ഹിൻഡായി തന്നെ മാറ്റിയിരിക്കുകയാണ്, അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് 27-ാം തീയതി തന്നെ കണ്ടറിഞ്ഞാൽ മതി എന്ന് പറയുന്ന പൃഥ്വി എന്ന് പറയുന്ന ഡയറക്ടർ ഗംഭീരമായിട്ടുള്ള ഒരു ബ്രില്യൻസും അത് ആരായിരിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ചോദിച്ചതിനും എല്ലാം തന്നെ ട്രെയിലർ വ്യക്തമാണ്. ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ PK രാമദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ഓവറിലാണ് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ടത്തെ നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നതിൻ്റെ സ്ലോ മോഷനുള്ള ബാഡ് സ്കോർ കൊടുത്തിട്ട് അതിൽ ജിതിൻ ദാസ് എന്ന് പറയുന്ന ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഗ്രേ കളറുള്ള ഒരു ഷെയ്ഡുള്ള ഷർട്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ സുരാജ് വെഞ്ഞാൾ അവതരിപ്പിക്കുന്ന സദാനന്ദനം എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ കഥാപാത്രം ഒരു സംഘി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ആ പാർട്ടിയെ രൂപീകരിച്ചിട്ടാണ് തോന്നുന്നു അത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ചൊരു മുന്നേ പോസ്റ്ററിലൊക്കെ ഇന്ന് വ്യക്തമാണ്, ഞാൻ പോസ്റ്റർ റിവ്യൂ പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞിരുന്നു ചാണകം മടക്കാൻ ചാൻസ് ഉണ്ടോയെന്നൊക്കെ. അതെന്തെങ്കിലും അവിടെ നിൽക്കട്ടെ, അങ്ങനെ ആ ഭാഗം കാണിക്കുന്നു. പിന്നീട് ടോവിനോ തോമസിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് മഞ്ജുവാർ പറയുന്നുണ്ട്, എനിക്കാകെ കൂടിയിട്ട് രക്തമെന്ന് പറയാൻ വേണ്ടി ജാനവി കഴിഞ്ഞാൽ ഒരാളുള്ളതെന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്കൊരു ചോദിച്ചതിന് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, നമ്മുടെ സായികുമാർ പറയുന്നുണ്ട് വരുന്നവൻ എന്തായാലും ചെറിയ പുള്ളി അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നൊരു ഭാഗമാണ്, അതായത് ഏകദേശം കുറേ വർഷങ്ങൾ മുമ്പ് ഒരു MLA ആയിരുന്ന വ്യക്തി സാറെന്തിന് വായിക്കുമെന്ന് ടോവിനോ തോമസിനോടും പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് സ്റ്റീഫൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റീഫൻ്റെ കഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ടോവിനോ വേറൊരു വ്യക്തിയോട്. ഇതിലെല്ലാം നമുക്ക് വ്യക്തമാണ്, അത്രയുള്ള ബിൽഡപ്പ് കൊടുത്തിട്ടാണ് മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്ന ആ ഇൻട്രോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും വ്യക്തമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ദൈവത്തിൻ്റെയും അതുപോലെ തന്നെ ഇടയൻ്റെയും പുത്രനായ ഇരുളിൻ്റെ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെ കാണിക്കുന്നുണ്ട്. എമ്പുരാനെ എന്ന് പറയുന്ന മുരളിയോടെ ഓസോ ഓവറിലോട് തന്നെയാണ് ലാലേട്ടൻ്റെ ഇൻട്രോ. അത് തീർച്ചയായിട്ടും ആ സീൻ അത് ഗംഭീരമായിട്ട് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഒരു പക്ഷേ ചിലർ പറയുന്നുണ്ട് ഇത് എന്താ പറയുക, എമ്പുരാൻ ലൂസിഫർ എന്ന് പറയുന്ന ആ കഥ നടക്കുന്ന സമയത്താണ് അതിനുശേഷമുള്ള ഭാഗമായിരിക്കും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എമ്പുരാൻ്റെ ലൂസിഫർ കഴിഞ്ഞ ശേഷം പിന്നീട് സംഭവിക്കുന്നതാണ്. കാരണം ഇതിൽ PK രാമദാസ് സമാധി ദിനം എന്ന് പറയുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്, അതായത് മരിച്ച ദിനമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും അതിനിടയ്ക്ക് സംഭവിക്കാൻ യാതൊരു വഴിയില്ല. കാരണം എമ്പുരാനിൽ ലൂസിഫറിൽ PK രാമദാസ് മരിച്ച ശേഷം ഒരുപാട് സംഭവവികാസം നടക്കുന്നു. നമ്മുടെ സ്റ്റീഫൻ പോകുന്ന ഭാഗമായിട്ടാണ് അവസാനം ഇൻട്രോ കാണിച്ചിട്ടുള്ളത്, എൻഡിങ് ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ സമാധി ദിനം ആകുമ്പോൾ അദ്ദേഹം നാട്ടിലോട്ട് വരുന്ന ഭാഗമായി കാണിക്കുന്നുണ്ടാവും. കാരണം സായികുമാർ പറയുന്ന ഒരു വാചകം കൊണ്ടുവരുന്നവന് ഒട്ടും തന്നെ ചില്ലറക്കാരനല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി മടങ്ങിപ്പോയ ശേഷം ഇങ്ങനൊരു ദിനത്തിലോട്ട് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ വരുത്തുന്നതായിരിക്കാം. അതിൻ്റെക്ക് നമ്മുടെ സ്റ്റീഫനെ കാണിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ടോവിനോ തോമസ് പറയുന്നത് എന്താണ് സ്റ്റീഫൻ്റെ കഥ എന്ന് നമ്മൾ അറിയണമെന്ന് പറയുന്നു. നേരെ പൃഥ്വിരാജിനേക്ക് കാണിക്കുന്നുണ്ട്, സാജ് മൈസൂർ എന്ന് പറയുന്ന ഭാഗമായി കാണിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആ വ്യക്തിയെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് ശരിക്കും ഖുറേഷിയുടെ കഥ കാണിക്കുന്നു. അതിനിടയ്ക്ക് പിന്നീട് പല സീൻസും പൃഥ്വി എന്ന് പറയുന്ന ഡയറക്ടർ സ്കോർ ചെയ്യുന്ന ഭാഗമൊക്കെ കാണിക്കുക. എസ്പെഷ്യലി ആ ഡയലോഗ് ആണെങ്കിലും ആ സ്ലോ മോഷൻ 2 പേര് വരുമ്പോൾ ലാലേട്ടൻ സൈഡാക്കിയിട്ട് പൃഥ്വി കയറി വരുന്നു. അവസാന ഭാഗത്തമായിട്ടാണ് ലാലേട്ടൻ്റെ ഫേസ് തന്നെ കാണിക്കുന്നത്. തീർച്ചയായും പല ഏങ്കിളും എടുത്ത് പറയാൻ പല സീൻസും തന്നെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലതും പറഞ്ഞ് സ്പോയിലറായി പോകും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്റ്റ് വാച്ച് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു എമ്പുരാൻ്റെ ട്രെയിലർ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. പറയാൻ കാര്യങ്ങളുണ്ട്. കാരണം ഇതിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു നൈറ്റ് ആക്ഷൻ ഷെഡ്യൂൾ കാണിച്ചിരുന്നു. മുന്നേ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഒരു ഗംഭീരമായിട്ടൊരു ഫൈറ്റ് സീൻസ് തന്നെയുണ്ട് ഒരു ഫോറസ്റ്റിൽ വെച്ചിരുന്നു. ടീസറിലും അത് വ്യക്തമാണ്, ലാലേട്ടൻ നടന്നു വരുന്ന ഭാഗം കാണിക്കുന്നു.
തിരിച്ചിട്ടും ആ നിഴലായി കാണിച്ചിട്ടുള്ള ആ ടീസർ ട്രെയിലറിൽ വന്നപ്പോൾ ഫേസ് തന്നെ കാണിക്കുന്നുണ്ട്. വാട എന്ന് പറയുന്നത് ഡയലോഗ് പറയുന്നില്ല, പക്ഷെ എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വാട എന്ന് പറയുന്ന ആ ഡയലോഗ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ഗംഭീരമായിട്ടുള്ള ഒരു സീൻ തന്നെയായിരിക്കും. ഒരു ബ്ലാക്ക് ഷർട്ടും വെള്ളം മുണ്ടും എടുത്ത് സ്റ്റീഫൻ വരുന്നു. അതിൻ്റെ ബാക്കിലേക്ക് സ്റ്റീഫൻ്റെ ഖുറൈഷിയുടെ പടയാളിയായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ തോക്കും കെണ്ടും പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ കാണിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മസ്റ്റ് അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു എന്താ പറയുക പൂരപ്പുറമ്പാക്കാൻ സീന് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം തന്നെയാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഖുറൈഷി ഇബ്രാഹിം ഒരു മോതിരം മൂരി കൊടുക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അതിൽ വരുന്ന ഒരു സൗണ്ട് മോഡുലേഷൻ അത് ആർക്കായിരിക്കാം നമുക്ക് തോന്നുന്നുണ്ട്, എന്തായിരിക്കും അങ്ങനെ എറിഞ്ഞു കൊടുക്കാനുള്ള കാരണം പറയുന്നു. അതിനിടയ്ക്ക് മോഹൻലാൽ പറയുന്നത് ഇനി നടക്കാൻ പോകുന്നത് ഒരു വാറാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വേറെ വ്യക്തിയോട് പറയുന്നു. അതിനു മുമ്പായിട്ട് ഡെവിൾ, അതായത് ശത്രുവിനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശത്രു അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ശത്രുവിനെ കൂട്ടുപിടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു പക്ഷേ മോഹൻലാലിനെ കൊല്ലാനായിരിക്കാം, അതല്ലെങ്കിൽ ടോവിനോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പല കാര്യങ്ങളിലും നൈറ്റ് ഷെഡ്യൂളുള്ള ഒരു കഥാപാത്രമായിട്ടായിരിക്കും ടോവിനോ വരുന്നുണ്ടാവുക. കാരണം ഒരു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അതായത് ലൂസിഫർ എന്ന് പറഞ്ഞത് കൂടുതലായിട്ട് ബിൽഡപ്പ് ഒന്നും ടോവിനോ കൊടുത്തിട്ടില്ല. കാരണം അദ്ദേഹം വിദേശത്ത് പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നായിട്ടാണ് മുന്നേ തന്നെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ നമ്മുടെ ലൂസിഫറിൽ. പിന്നീട് ദൈവപുത്രൻ വരട്ടെ എന്ന് പറയുന്നു. ഇതിൽ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്, ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ പിന്നെ ചെകുത്താന് വരാതിരിക്കാൻ പറ്റും, പിന്നെ ആരാണ് ഇടപെടാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ടോവിനോ തോമസ് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലോട്ട് വന്നപ്പോൾ, അതായത് ജിതിൻ രാമദാസ് എന്ന് പറയുന്ന ആ കഥാപാത്രം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ നെഗറ്റീവായി മാറി, അല്ലെങ്കിൽ പണത്തിൻ്റെയും അല്ലെങ്കിൽ ബാക്കി എന്തിൻ്റെയോ പിന്നീട് പോകുന്ന ഭാഗമായിട്ടായിരിക്കാം തോന്നുന്നുണ്ടാവുക. കാരണം മഞ്ജു വാര്യർ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ജാനവി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു രക്തമെന്ന് പറയാൻ ഒരാളെ ഉള്ളൂ എന്ന്. അതൊരു പക്ഷേ മോഹൻലാലായിരിക്കാം അല്ലെങ്കിൽ ടോവിനായിരിക്കാം. ടോവിനോ ആവാൻ ചാൻസ് ഏകദേശം ഒരു 95% ചാൻസ് കുറവാണ്. അവസാന ഭാഗത്തൊരു വില്ലൻ വരുന്നുണ്ട്, ബാക്കിൽ നമ്മുടെ ഒരു ഡ്രാഗൻ്റെ ഒരു എംബ്ലമൊക്കെ ആയിട്ട്. തിരിച്ചിടും അത് ആരാണെന്നുള്ള തോതിൽ പലരും പറഞ്ഞിരുന്നു. ചിലർ പറയുന്നു ടോവിനോ തോമസ് ആയിരിക്കും. ഒരിക്കലും ടോവിനോ എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കില്ല അങ്ങനെ ഒരു കഥാപാത്രം മോഹൻലാലിനെതിരായിട്ട് ചെയ്യാൻ വഴിയില്ല. ഒരു 90% ഉറപ്പ് തന്നെയാണ് അങ്ങനെ ആയിരിക്കില്ല എന്നും. പിന്നെ പറയുന്നത് ഫഹദ് ഫാസിലാവെന്ന് പറയുന്നുണ്ട്. ഫഹദ് ഫാസിലും അവനും വഴിയില്ല. കാരണം തീർച്ചയായിട്ടും ഫഹദിനെ കൊണ്ട് താങ്ങുമെന്ന് അറിയില്ല ഇങ്ങനെ ഒരു കഥാപാത്രം. കാരണം ഖുറൈഷി ഇബ്രാഹിം എന്ന് പറയുന്ന അത്രയേറെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാവരും ഭയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിരാളി എന്ന് പറയുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള വില്ലൻ തന്നെയാണ്. വില്ലൻ എന്തായാലും മറയിൽ തന്നെ ഇരിക്കട്ടെ. 27-ാം തീയതി ടീച്ചറിൽ തന്നെ കണ്ടറിഞ്ഞാൽ മതി എന്ന ഒരു തോന്നലായിരുന്നു ടീച്ചർ അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചറും നമുക്ക് ഒരുപടി മുമ്പിൽ തന്നെയായിരുന്നു. ട്രെയിലറേക്കാൾ ഒരുപടി മുമ്പിൽ തന്നെയാണ്. കാരണം അത്യാവശ്യം ഞാൻ തന്നെ ഇന്നലെ എത്ര വട്ടം റിപ്പീറ്റ് വേലടിച്ച ട്രെയിലർ കണ്ടത് യാതൊരു അർത്ഥമില്ല. ഏകദേശം 5-6 വട്ടമെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഈ ടൈം ചെയ്യുന്ന മുമ്പായിട്ടും നമ്മൾ ആ ട്രെയിലറെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത്രയേറെ ഒരുപാട് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രെയിലർ, നല്ല ക്വാളിറ്റി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ട്രെയിലർ തന്നെ ഏകദേശം 4 മിനിറ്റോളം ഇത്ര കാണിച്ചെങ്കിൽ 3 മണിക്കൂറുള്ള ഫിലിമിൽ എന്തായിരിക്കും നമ്മൾ അതിശയിപ്പിക്കാൻ പോകുന്നത് മാർച്ച് 27 തന്നെ കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എമ്പുരാൻ്റെ ട്രെയിലറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ ഈ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. അതായിരിക്കും ബൈ.